യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷൻ എന്ന പേര് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതൊരു സാധാരണ സംഘടനയുടെ പേരായി തോന്നാം. എന്നാൽ ലോകത്ത് ഇന്നേ വരെ ആരും ചിന്തിക്കാത്ത ഒരു കാര്യം ചിന്തിച്ച് നടപ്പിലാക്കി വരുന്ന നമ്മുടെ കേരളത്തിലെ വടകരയിലുള്ള ഒരു കൂട്ടായ്മയാണിത്. ഒരു ഭാഗം പൂർണ്ണമായും സമുദ്രത്താൽ പങ്കിടുന്ന നമ്മുടെ കേരളത്തിൽ വലിയൊരു വിഭാഗം ആളുകളാണ് മത്സ്യബന്ധനവുമായി ആശ്രയിച്ച് ജീവിക്കുന്നത്. മത്സ്യബന്ധനം ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ കടലിൽ മനുഷ്യൻ്റെ സാന്നിധ്യവും ഉണ്ട്. ആദ്യകാലങ്ങളിൽ നല്ല രീതിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന മത്സ്യം ഇപ്പോൾ ക്രമേണ കുറഞ്ഞ് ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരിക്കൽ വടകര ചോമ്പാല കടപ്പുറത്ത് കടലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന ഒരു വ്യക്തിയാണ് യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ അമരക്കാരനായി മാറിയത്. കടലിൽ എന്തുകൊണ്ടാണ് മത്സ്യസമ്പത്ത് കുറയുന്നത് എന്ന തൻ്റെ ചിന്തയിൽ നിന്നും ഉടലെടുത്ത ഒരു തീരുമാനം മത്സ്യത്തൊഴിലാളികളോട് പങ്കിടുകയും നിരവധി ആളുകളുടെ സഹകരണം കൊണ്ട് അത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു. ഇനി എന്താണ് ഈ പദ്ധതി എന്നതല്ലേ? യുണീക്ക് കാർമിക് ഫൗണ്ടേഷൻ ആളുകളിൽ ഒരു സൗഹാർദ്ദപൂർണമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുക. നമ്മുടെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്ന സമയത്ത് സ്വന്തം നാടിനുള്ള റെസ്പോൺസിബിലിറ്റി അത് പൂർത്തീകരിക്കാൻ വേണ്ട ഇൻസ്പിറേഷൻ നൽകിക്കൊണ്ട് അവരെ സജ്ജരാക്കിയെടുക്കുക. ഇപ്പം നിലവിൽ നമ്മൾ ഒരു പ്രത്യേകമാർന്ന പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഓഷ്യൻ ക്ലീനപ്പ് പ്രോജക്റ്റ്. അതായത് കടലിൽ ഒരു പ്ലാസ്റ്റിക് എന്ന വസ്തുവിനെ നിർവീര്യം ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. അപ്പം മത്സ്യത്തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കടലിലെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് വസ്തുക്കൾ കരയിലെത്തിക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി മത്സ്യത്തൊഴിലാളികളെ ഇൻസ്പയർ ചെയ്യാൻ വിവിധതര സഹായങ്ങൾ നൽകി പദ്ധതി പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. കരയിൽ ഡെയിലി ക്യാച്ചാണ്. ദൈനംദിന ഓരോ ദിവസവും മീൻ പിടിക്കാൻ വേണ്ടി വല ഇടുന്ന സമയത്ത് വലയിൽ അകപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യാനാണ് നമ്മളിപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടി ആരും പോകുന്നില്ല. മീനിൻ്റെ കൂടെ ലഭിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിക്കാൻ ബാഗുകൾ നൽകി ആ ശേഖരിച്ച് തിരിച്ചേൽപ്പിക്കുന്ന അതിനനുസരിച്ച് അവർക്ക് വേണ്ട ടീഷർട്ട്, ബർമുഡ, ഗ്ലൗസ്, ക്യാപ്പ്, ഡീസൽ, പെട്രോൾ എന്നിങ്ങനെ പിന്നെ ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു വർഷക്കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനം നടത്തുന്ന ആളുകളെ കണ്ടെത്തി ഒരു ബമ്പർ സമ്മാനം നൽകണമെന്നാണ് ആഗ്രഹം. അതിനു വേണ്ടിയാണ് കളക്ട് ചെയ്ത് റെക്കോർഡുകൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇത് റിട്ടേൺ ഇല്ലാത്തൊരു പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പോൾ അതിന് റിട്ടേൺ വരുന്ന രീതിയിലേക്ക് നിങ്ങൾ പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചിലവ് എങ്ങനെ കണ്ടെത്തുന്നു? ഇപ്പോൾ ഓൺ ഫണ്ടിൽ തന്നെയാണ് കൂടുതലായിട്ടും. വളരെ സുഹൃത്തുക്കളും ബന്ധപ്പെട്ട് ഇത്തരം ആശയങ്ങൾ ഉൾക്കൊണ്ട വളരെ സുഹൃത്തുക്കളും ആളുകളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് ലോകത്തെല്ലാവരും എത്തണമെങ്കിൽ ഇതിന് വേണ്ട നല്ല രീതിയിലുള്ള സപ്പോർട്ടേഴ്സ് ഇതിന് ആവശ്യമുണ്ട്. അതിനുവേണ്ടി തയ്യാറായ സുമനസ്സുകളെ സ്വാഗതം ചെയ്യുന്നു. യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷൻ എന്ന വെബ്സൈറ്റിലൂടെ അത് സാധ്യമാണ്. വർഷങ്ങളായി മനുഷ്യൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇന്നും കടലിൻ്റെ അടിത്തട്ടിൽ ഒഴുകി നടക്കുകയാണ്. ചോമ്പാല കടലിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചോമ്പാല തീരത്തുള്ളവർ മാത്രം വലിച്ചെറിഞ്ഞവയല്ല. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും വിദേശ കപ്പലുകളിൽ നിന്നും ഉപേക്ഷിച്ച മാലിന്യങ്ങളും വരെ ഈ കൂട്ടത്തിൽപ്പെടും. ബോട്ടുകളിലെ വലകൾ, കയറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നുവേണ്ട മാലിന്യത്തിൻ്റെ പട്ടിക അങ്ങനെ നീളുന്നു. യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷൻ്റെ നിരവധി പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു ഈ പ്രവൃത്തി. എന്നാൽ ഇന്ന് ഫൗണ്ടേഷൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കർമ്മമായി ഈ പദ്ധതി മാറി. മത്സ്യത്തൊഴിലാളികൾ ബോട്ട് വഴി ശേഖരിച്ച് തിരികെ കരയിലെത്തിക്കുന്ന മാലിന്യങ്ങൾ പ്രത്യേകം ബാഗുകളിലാക്കി ചോമ്പാല ഹാർബർ പ്രദേശത്തെ ഈ ഷെഡിൽ സൂക്ഷിക്കും. ഇതുവരെ ലഭിച്ച മാലിന്യങ്ങളിൽ വലിയൊരു ഭാഗം റീസൈക്കിൾ ചെയ്യാനായി കൊണ്ടുപോയി. ഇതൊരു നല്ലൊരു കാര്യമാണ്. കടലിൽ അടിത്തട്ടിൽ ഈ പ്ലാസ്റ്റിക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ടുകാർക്കും തോണിക്കാർ ബോർഡും ചെറിയ തോണി ട്രോളുണ്ട് ചെറിയ, അതിലും നമ്മൾ കൊടുക്കുക. ഇത് ബോട്ടിലെല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെയ്ത് ഓരോരോ ചാക്കിൽ കൊടുത്തത് ഓരോ ചാക്ക് നിറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇനി ചാക്ക് അവർക്ക് കൊടുക്കണം. അത് പെട്ടെന്ന് ചെയ്യാം.
ഇത് കടലിൽ നിന്ന് ശേഖരിക്കുന്ന എങ്ങനെ മീൻപിടുത്തത്തിന്റെ കൂടെ വില കിട്ടുന്നതാണോ വേസ്റ്റ് മാറ്റിക്കുന്നത് അല്ലെങ്കിൽ അല്ല, മീനിൻ്റെ കൂടെ കിട്ടുകയാണ്. ഇതിനായിട്ട് വേറെ പ്രത്യേക സമയം അങ്ങനെയൊന്നുമില്ല. ബോട്ട് ഇത് അടിത്തട്ടിൽ ഈ ബോർഡ് വല ട്രോളിൽ ഈ മീനോടി ഇതും കിട്ടും. എന്തായാലും ഒരു വലയിടലിന് എന്തായാലും കുറച്ച് വേസ്റ്റ് ഉണ്ടാവും പ്ലാസ്റ്റിക്. എന്തായാലും ഇത് കുറച്ച് എല്ലാ വലക്കും ഉണ്ടാവും. ഒരു ദിവസം 4 ട്രോള് ഉണ്ടാവും ഒരു ബോട്ടിൽ, അതിലെല്ലാം ഉണ്ടാവും. ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ബോട്ടിലെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഓണേഴ്സിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? നഷ്ടം തന്നെയല്ലേ ഉള്ളൂ. ഇത് അടിത്തട്ടിൽ ഇത് മീൻ കുറവ് വരും. ഇനി ഈ കൂട്ടായ്മയ്ക്ക് പ്രവർത്തനത്തിന് വേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സഹായമാണ്. കൂടാതെ കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരു പ്രദേശത്ത് മാത്രം ആരംഭിച്ച ഈ പദ്ധതി ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കേണ്ടതുണ്ട്. മത്സ്യബന്ധനത്തിൽ ബോട്ട് ഓണേഴ്സിനും ഒക്കെ ഒരു ചിലവുള്ളൊരു കാര്യമാണ് വലേൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ വല ഡാമേജ് ആയാൽ അതും കടലിൽ ഉപേക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിനെങ്ങനെ കടലിൽ ഉപേക്ഷിക്കുന്നില്ല, അത് കടലിൽ കട്ടാവുന്നുണ്ട്. വല കട്ടായ ശേഷം അവരിങ്ങനെ തിരിച്ചു കൊണ്ടുവരും. കുറേയൊക്കെ കടലിൽ തന്നെ പോകും, കുറേയൊക്കെ നഷ്ടപ്പെടുന്നു, കയ്യിൽ നഷ്ടപ്പെടുത്തി വരില്ല. അപ്പോൾ അത് കുറേ കാലമായിട്ടുള്ള കടലിൽ കിടക്കുന്നുണ്ടാവും. ഷുവറാണ്. റോപ്പൊക്കെ പൊട്ടി പോയിട്ട് അങ്ങനെ അത് കിടക്കുന്നുണ്ടാവും. ഈ ഇവിടുന്ന് പോകുന്ന മത്സ്യബന്ധന ബോട്ടുകളല്ലാതെ വേറെ സ്ഥലത്തു നിന്നുള്ള വേസ്റ്റ് ഇതേപോലെ അടിയുന്നുണ്ടാവും. ഷുവർ അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കുളച്ചക്കാരില്ലേ, തമിഴുകാർ ഈ വല കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഈ കണവട മുട്ട വിരിയിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവർ തന്നെ നിക്ഷേപിക്കേണ്ട അവിടെ. അത് ശരിക്കും തെറ്റാണ്. അത് ഈ ബോട്ടിൻ്റെ ഇത് കുടുങ്ങിയിട്ട് പ്രൊപ്പലറിൽ കുടുങ്ങിയിട്ട് അതും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ പല ആൾക്കാരും പറയും നമ്മൾ കൊടുക്കാറില്ല വല വേസ്റ്റ് വന്നവർക്ക്. ആ വേസ്റ്റ് വല കൊണ്ടുവന്ന് കടലിലിടും. കടലിട്ട ശേഷം ഇതിൻ്റെ GPS നമ്പർ അടിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് മുട്ട വിരിയുന്ന ടൈമിൽ അവർ അവിടെ ചെന്ന് ചൂണ്ടിയിട്ട് പിടിക്കുന്ന ഒരു രീതിയുണ്ട്. അത് വല മാത്രമല്ല, പല സാധനങ്ങൾ കൊണ്ടു തരുന്നുണ്ട്. അത് കുളച്ചൽക്കാരുടെ മെയിൻ പരിപാടിയാണത്. വലിയ ചിലവില്ലാത്ത രീതിയിൽ ഇങ്ങനെ മാലിന്യങ്ങൾ കരക്കെത്തിച്ചാൽ നമ്മുടെ മത്സ്യസമ്പത്ത് ഇനിയും വർദ്ധിക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കേരള തീരത്ത് 7 മാസം വരെ നല്ല രീതിയിൽ മത്സ്യം ലഭിക്കാതെ വരുന്ന അവസ്ഥയുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ അനുഭവം. കേരളത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഹാർബറിലാണ് ആരംഭിച്ചത്. ഈ ഒരു പ്രവൃത്തി വേറെ എല്ലാ ഹാർബറിലേക്കും വ്യാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുന്നത്? കേരളത്തിൽ 24 ഹാർബറുകളുണ്ട്. അതിൽ 18 നല്ല രീതിയിൽ പ്രവർത്തിക്കപ്പെടുന്ന ഹാർബറാണ്. 43,605 രജിസ്റ്റേർഡ് യാനങ്ങളുണ്ട്. 10 ലക്ഷത്തിലേറെ തൊഴിലാളികളുണ്ട്. ഇത് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിലവിൽ 5 ഹാർബറിലേക്ക് എത്തേണ്ട എക്യുപ്മെൻസുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഫൗണ്ടേഷൻ. ഇവിടുത്തെ തീരത്തെ വേസ്റ്റ് അല്ലാതെ മറ്റ് കപ്പലുകളിൽ ഉള്ള വേസ്റ്റുകളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എത്രത്തോളം വരുന്നുണ്ട്? അങ്ങനെ അത് ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിലെ ബോട്ടുകളിൽ കപ്പലിൽ നിന്ന് പുറന്തള്ളുന്നതായിട്ടുള്ള ചില വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിൽ കപ്പലിലേക്ക് അറിയിച്ചുകൊണ്ട് അത്തരം ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്മാറണമെന്ന് പറയാൻ വേണ്ട വഴികളെക്കുറിച്ച് തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിലും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തന്നെയാണോ? പ്ലാസ്റ്റിക് വസ്തുക്കൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. പ്ലാസ്റ്റിക് വസ്തുക്കളല്ലാത്തത് എന്തിനേയും കടൽ നിർവീര്യം ചെയ്യും. കപ്പലുകളെപ്പോലും പൊടിയായി മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിനെയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ആ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ പ്ലാസ്റ്റിക്കിനെ എങ്ങനെ കരയിലെത്തിക്കാം എന്നതാണ് യൂണിവേഴ്സൽ കാർമിക് ഫൗണ്ടേഷൻ മുന്നോട്ട് വെക്കുന്നത്, ലോക സമൂഹത്തോട് മുന്നോട്ട് വെക്കുന്നത്. ഈ കാർമിക് ഫൗണ്ടേഷനിൽ ഇപ്പോൾ നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? എങ്ങനെയാണ് നിലവിൽ പുതിയ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ ചോമ്പാൽ ഹാർബറിൽ മാത്രം 53 ബോട്ടിലും ഉള്ള 5 ആളുകൾ എന്നുള്ള രീതിയിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിൽ ഉപേക്ഷിക്കുന്നത് തുടർന്നാൽ വരും തലമുറയ്ക്ക് മത്സ്യം കിട്ടാക്കനിയാവും. ഈ വീഡിയോ കാണുന്ന കേരളത്തിലെ എല്ലാ ഹാർബറുകളിൽ ഉള്ള മത്സ്യത്തൊഴിലാളികളും വടകരയിലെ ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനുവേണ്ടിയുള്ള വിശദവിവരങ്ങൾ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം.